നീ അറിയാതെ എന്റെ ജീവിതത്തിൽ ഒരു വിഷമം ഉണ്ടാകൂല അല്ലാഹുവേ. നീയാണെങ്കിലോ അർഹമുർ-റാഹിമീൻ, നീ അടിമകളോട് ഏറ്റവും കരുണയുള്ളവനാണ്. അല്ലാഹുവേ, നീ എനിക്ക് മാറ്റി തരണോന്ന് പോലും അയ്യൂബ് നബി പറഞ്ഞില്ല. അയ്യൂബ് നബിയുടെ ദുആ എങ്ങനെയാ? എന്റെ പൊന്നു സഹോദരങ്ങളെ, ദുആ ചെയ്യുമ്പോൾ ചില ദുആ അല്ലാഹ്ക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടും. അതെന്താ? വിനയത്തോടെ, പടച്ചോനെ എനിക്കൊരു വലിയ വിഷമത്തിലാണ് ഞാൻ, നീ അറിയാതെ എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കൂല. നീയാണെങ്കിലോ അർഹമുർ-റാഹിമീൻ, നീ വലിയ കരുണയുള്ളവനാണ് അല്ലാഹുവേ, മാറ്റി തരണോന്ന് പോലും പറഞ്ഞില്ല. നമ്മളെങ്ങനെയാ? പടച്ചവനെ മാറ്റിത്ത അല്ലാഹുവേ എന്ന് പറഞ്ഞ 4 നിലവിളിയും ബഹളം. അയലോക്കത്തുള്ളവനെ കിടക്കാൻ പറ്റൂല, അടുത്ത് കിടക്കണവനെ കിടക്കാൻ പറ്റൂല, ഈട്ടിയും ബഹളവും. അല്ലാഹു പറഞ്ഞതെന്താ? ادعوا ربكم تضرعا وخفيا دون الجهر من القول بالغدو والآصال ولا تكن من الغافلين. ادعوا ربكم تضرعا وخفيا, നിങ്ങളുടെ അല്ലാഹുവിനെ വിനയത്തോടെ സാവധാനത്തിൽ നിങ്ങൾ വിളിക്കീൻ. ദൂനൽ ജഹരി മിനൽ ഖൗലി, ഉറക്ക വിളിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. ദുആ ചെയ്യുന്നതിനും ഒരു മാന്യതയുണ്ട്. അള്ളാഹിനോട് ചോദിച്ചു, അല്ലാഹുവേ പടച്ചതമ്പുരാനെ, നീ കരുണയുള്ളവനാണല്ലോ അല്ലാഹ്. കേക്കീൻ സഹോദരങ്ങളെ, ഇതാണ് തൗഹീദ്. ജീവിതത്തിന്റെ എല്ലാ പ്രയാസങ്ങളിലും അള്ളാഹിനെ ഓർക്കണം. അല്ലാഹുവിന് അയ്യൂബ് നബിയുടെ ദുആ വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി. അല്ലാഹുവിന്റെ ഖുർആൻ ഒരു വലിയ ചരിത്രം വിതൽ വിടത്തുകയാണ്. അയ്യൂബ് നബിയുടെ ദുആ അല്ലാഹുവിനെ വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി. അല്ലാഹു പറഞ്ഞു, അയ്യൂബേ നിന്റെ ദുആ ഞാൻ കേട്ടു. അയ്യൂബേ, എവിടെയാണ് അയ്യൂബേ നിൽക്കുന്നത്? അല്ലാഹുവേ മരുഭൂമിയിലാണ് തമ്പുരാനെ, അല്ലാഹുവേ മരുഭൂമിയിലാണ് തമ്പുരാനെ. അല്ലാഹു പറഞ്ഞു, അയ്യൂബേ ഉർകുലു ബിരിജിലികാ, സൂറത്ത് സ്വാദിൽ കാണാം. അല്ലാഹു പറഞ്ഞു, അയ്യൂബേ നിന്റെ കാലുകൊണ്ട് മരുഭൂമിയിൽ മെല്ലെ ഒന്ന് വരക്കുക. അയ്യൂബ് നബി മരുഭൂമിയിൽ മെല്ലെ ഒന്ന് കാലുകൊണ്ട് വരക്കുമ്പോ ഒരു ജലസാന്നിധ്യത്തിന്റെ വിദൂര സാധ്യത പോലുമില്ലാതെ പാരാവാരം പോലെ പരന്നു കിടക്കുന്ന ഊഷരഭൂമിയുടെ നടുവിലതാ ഒരു ജലത്തിന്റെ നീ പൊട്ടിയൊലിക്കുകയാണ്. അയ്യൂബ് നബി എന്ന ആ പ്രവാചകന്റെ കാൽപ്പാടം തൊടയാൻ താമസം മരുഭൂമിയുടെ നടുവിൽ ഒരു ജലസരിത്ത് നിർഗളിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അത്ഭുതത്തോടെ നോക്കി നിൽക്കുമ്പോ അല്ലാഹു പറഞ്ഞു, അയ്യൂബേ 40 അടി കൂടി മുമ്പോട്ട് നടക്കുക. അയ്യൂബ് നബി 40 അടി കൂടി മുമ്പോട്ട് നടന്നു. ഒന്നുകൂടി കാലൊന്ന് സ്പർശിക്കയ്യൂബേ. അയ്യൂബ് നബി രണ്ടാമതും കാലുകൊണ്ട് മരുഭൂമിയിൽ ഒന്ന് സ്പർശിച്ചപ്പോ മരുഭൂമിയിൽ രണ്ടാമത്തെ ജലസരിത്ത് നിർഗളിച്ചു. 2 നീരുറവകൾ മരുഭൂമിയിലൂടെ ഒലുക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, നിന്റെ റബ്ബാരെന്നറിയുമോ? മരുഭൂമിയുടെ നടുവിൽ നിന്ന് നീരുറവ സൃഷ്ടിക്കാൻ കഴിവുള്ള നിന്റെ റബ്ബുണ്ടല്ലോ. കരിമ്പാറക്കെട്ടിൽ നിന്ന് പാല് ചുരത്തുന്ന ഒട്ടകത്തെ സൃഷ്ടിക്കാൻ കഴിവുള്ള നിന്റെ തമ്പുരാൻ. അല്ലാഹു പറഞ്ഞു, അയ്യൂബേ ഉർകുലു ബിരിജിലികാ, നിന്റെ ശരീരം മുഴുവന് പടുത്തു വിറങ്ങലിച്ച് നിൽക്കുകയല്ലേ, ആ കാലുകൊണ്ട് പച്ചവെള്ളത്തിലൊന്ന് മുക്കയ്യൂബേ. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അത്ഭുതത്തോടെ റബ്ബിനോട് ചോദിച്ചു അത്രേ. അല്ലാഹുവിന്റെ ഖുർആനാണ്. അല്ലാഹുവേ മാരകമായ രോഗം മാറാൻ പച്ചവെള്ളത്തിൽ കാല് മുക്കിയാൽ എങ്ങനെയാണ് അല്ലാഹുവേ മാറുന്നത്? ഹദാ മുഗ്തസലുൻ ബാരിദും വശറാബ്, ഇത് കുടിക്കാനും കുളിക്കാനും ഉപയോഗിക്കുന്ന പച്ചവെള്ളമല്ല റബ്ബേ. അയ്യൂബ് നബിയെ സംബന്ധിച്ചോളം പച്ചവെള്ളത്തിന് രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന് കുടിക്കാൻ കൊള്ളാം, മറ്റൊന്ന് കുളിക്കാൻ കൊള്ളാം. മൂന്നാമതൊരു ഉപയോഗമുണ്ടോ തമ്പുരാനെ? എന്തിനാണ് സഹോദരങ്ങളെ സംശയിക്കുന്നത്? എന്തിനാണ് റബ്ബിന്റെ കുദറത്തിൽ സംശയിക്കുന്നത്? എന്തിന്? അല്ലാഹു പറഞ്ഞു, പച്ചവെള്ളത്തിലേക്ക് കാലുമുക്ക്. ഞാനല്ലയോ നിന്നോട് പറഞ്ഞത്? അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ പച്ചവെള്ളത്തിൽ കാലുകുത്തേണ്ട താമസം അയ്യൂബ് നബിയുടെ മാരകമായ രോഗം മുഴുവനും അപ്രത്യക്ഷമായി. അയ്യൂബ് നബിയുടെ പഴയ സൗന്ദര്യം തിരിച്ചു കിട്ടി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫഅൻസലല്ലാഹു ജറാദം മിനദ്ദഹബ്, അല്ലാഹു സ്വർണ്ണത്തിന്റെ വെട്ടുകിളി ഇറക്കി കൊടുത്തു. പഴയ സുഭിക്ഷതയിലേക്ക് അയ്യൂബ് നബി കടന്നു വരികയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തൗഹീദ് പറയുമ്പോ, അല്ലാഹുവിനെ കുറിച്ച് പറയുമ്പോ, ആരാ അയ്യൂബ് നബി മാരകമായ രോഗം
ബാധിച്ചിട്ട് കിടക്കുമ്പോ മരുഭൂമിയുടെ നടുവിൽ നിന്ന് അയ്യൂബ് നബിയുടെ മാരകമായ രോഗത്തിന് ശിവ നൽകാണ്. മരുഭൂമിയിൽ മരുപ്പച്ച ഉണ്ടാക്കിയ, മരുഭൂമിയുടെ നടുവിൽ നീരുറവ് സൃഷ്ടിച്ച നിന്റെ റബ്ബുണ്ടല്ലോ. സമൂത് ഗോത്രം ബഹുമാനപ്പെട്ട സാലിഹ് നബിയോട് ദിട്ടാന്തം ചോദിച്ചപ്പോ കരിമ്പാറക്കെട്ടിന്റെ നടുവിൽ നിന്ന് പാല് ചുരത്തുന്ന ഒട്ടകത്തെ സൃഷ്ടിക്കാൻ കഴിവുള്ള നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ജലപ്രളയം ഉണ്ടായത് എവിടെ നിന്നാ? എവിടെയാ സമൂഹമേ ചരിത്രത്തിന്റെ ഗതിപഥങ്ങൾ മറന്നു പോകുന്നത് എന്താ? ഇപ്പോഴും ഇറാഖിൽ പോയാൽ കാണാം, റൊട്ടിക്കച്ചവടക്കാരന്റെ അടുപ്പിൽ നിന്നല്ലേ ജലപ്രളയം ഉണ്ടായത്. സാധാരണ അടുപ്പിൽ നിന്ന് തീയല്ലേ വരിക, പക്ഷേ റൊട്ടിക്കച്ചവടക്കാരന്റെ അടുപ്പിൽ നിന്ന് ഖുർആൻ തന്നെ പറഞ്ഞതല്ലേ വഫാറ തന്നൂർ പറയുന്ന തന്തൂറടുപ്പിന്റെ ഉള്ളിൽ നിന്ന് ഈ ലോകത്തെ മുഴുവനും മുക്കിക്കളയാണ് ഒരു റൊട്ടിക്കച്ചക്കടവരക്കാരന്റെ തീ കനലുകളുടെ ഇടയിൽ നിന്ന് പച്ചവെള്ളത്തിന്റെ പ്രവാഹം സൃഷ്ടിച്ച നിന്റെ റബ്ബുണ്ടല്ലോ. ആകാശത്ത് നിന്ന് ഈസാ നബിക്കും ആയുധ ഇറക്കി കൊടുത്ത നിന്റെ റബ്ബുണ്ടല്ലോ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നിന്റെ ജീവിതത്തിന്റെ സർവ്വപ്രയാസങ്ങൾ പറയാൻ കഴിയുന്ന, നിന്റെ ജീവിതത്തിന്റെ ആകുലതകളും വ്യാകുലതകളും പറയാൻ കഴിയുന്ന, പച്ചവെള്ളത്തിൽ കാലുമുക്കിയപ്പോൾ രോഗത്തിന് ശിഫ നൽകിയതിന്റെ തമ്പുരാൻ. എന്തേ സഹോദരാ, പ്രയാസങ്ങൾ വരുമ്പോ, പരീക്ഷണങ്ങൾ വരുമ്പോ അള്ളാനെ മറന്നുപോയതെന്താ? റബ്ബിനെ മറന്നുപോയതെന്താ? അയ്യൂബ് നബിയുടെ മാരകമായ രോഗത്തിന് ശിഫ കൊടുത്ത റബ്ബിനെ മറന്നുപോയതെന്താ? എന്റെ സമയത്തിന്റെ പരിമിതി കൊണ്ടാണ് പറയാൻ കഴിയാത്തത്. 120-ാമത്തെ വയസ്സിലല്ലേ സക്കരിയാ നബിക്ക് അല്ലാഹു മക്കളെ കൊടുത്തത്. 98-ാമത്തെ വയസ്സിലല്ലേ അശാബിന്ദ് ഫാക്കൂദ് ഗർഭം ധരിച്ചത്. 120 വയസ്സുള്ള സക്കരിയാ നബിക്ക് മക്കളെ കൊടുക്കാൻ അള്ളാഹ്ക്ക് കഴിവുണ്ടെങ്കിൽ ലോകത്താർക്കാണ് അതിന് പകരം ഒരു കുഞ്ഞിനെ കൊടുക്കാൻ കഴിയുക? അള്ളാഹു ഒരാൾ പ്രസവിക്കണ്ടാണ് തീരുമാനിച്ചാൽ ലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർദ് യഗ്ബു ലിമൻ യശാഉ ഇനാഥാ വയഗ്ബു ലിമൻ യശാഉ ദുകൂർ. അള്ളാഹു പറഞ്ഞു, ചിലർക്ക് ഞാൻ പെൺകുട്ടികളെ നൽകും, ചിലവർക്ക് ഞാൻ ആൺകുഞ്ഞുങ്ങളെ നൽകും. ഔ യുസവ്വിജുകും ദുക്റാനം വ ഇനാഥാ. ചിലർക്ക് ഞാൻ ആൺകുഞ്ഞുങ്ങളെയും പെൺകുഞ്ഞുങ്ങളെയും നൽകും. നാലാമത് അല്ലാഹു ഒന്നുകൂടി പറഞ്ഞു, വയജഅലു മൻ യശാഉ അഖീമാ. ഉദ്ദേശിക്കുന്ന ചിലരെ ഞാൻ പ്രജനന ശേഷി നഷ്ടപ്പെട്ട വന്ധ്യകളാക്കി മാറ്റിക്കളഞ്ഞേക്കാം, മലടികളായി ഞാൻ ആ പെണ്ണിനെ മാറ്റിക്കളഞ്ഞേക്കാം. ആർക്കാണ് അവൾക്കൊരു കുഞ്ഞിനെ കൊടുക്കാൻ കഴിയുക? ആർക്കാണ് കുഞ്ഞിനെ കൊടുക്കാൻ കഴിയുക? പാത്തുവൈൻഡർ സോജേണറും ചന്തടിലേക്ക് പോകട്ടെ, പക്ഷെ ഒരു മനുഷ്യ കുഞ്ഞിനെ ഒരു മാതാവിന്റെ ഗർഭപാത്രത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ ആർക്കാണ് കഴിയുന്നതെന്ന് റബ്ബ് ചോദിക്കുമ്പോ 10 ഗ്യാലൻ വെള്ളവും 7 ബാർ സോപ്പുകൾ നിർമ്മിക്കാൻ ആവശ്യമുള്ള കൊടുപ്പും 9000 പെൻസിലുകൾക്കുള്ളിലെ കാർബണും 2200 തീപ്പെട്ടിക്കോലുകൾക്കുള്ളിലുള്ള ഫോസ്ഫറസും ഒരു സാമാന്യം വലിയ ആണിയിലുള്ളത്ര ഇരുമ്പും ഒരു കോഴിക്കൂട് വെള്ളയെടുക്കാൻ ആവശ്യമുള്ള ചുണ്ണാമ്പും ഒരൽപ്പം മഗ്നീഷ്യവും സൾഫറും ശരിയായ അനുപാതത്തിൽ കൂട്ടിക്കുടച്ചാൽ കൃത്രിമമായിട്ടൊരു മനുഷ്യ ശരീരം ഉണ്ടാക്കാമെന്ന് ശാസ്ത്രം പറയുമ്പോ ആർക്കാ ആ മനുഷ്യ ശരീരത്തിൽ ഉമ്മാന്റെ ഗർഭാശയത്തിൽ മുളപ്പിക്കാൻ കഴിയുക? അല്ല കൊടുക്കണ്ടെന്ന് തീരുമാനിച്ച, പക്ഷെ അള്ളാഹുടെ ഖുർആൻ പറയുന്നു 120-ാമത്തെ വയസ്സിൽ ഒരു പെണ്ണ് പ്രസവിച്ചു. ഇല്ലേ? പെണ്ണ് പ്രസവിച്ചില്ലേ? അയ്യോ, ബഹുമാനപ്പെട്ട സക്കരിയാ നബിക്ക് വയസ്സെത്ര? 120. റബ്ബിനെ കുറിച്ച് അറിയണം സഹോദരങ്ങളെ. ഒരു മനുഷ്യന്റെ കുഞ്ഞിനെ ഒരു ഉൽപ്പാദിപ്പിക്കാൻ ആർക്കാ പറ്റുക? ഒരു മനുഷ്യ ശരീരം ഉണ്ടാക്കുക, ഒരു മനുഷ്യരുണ്ടാക്കുക ഒരു പാടുമില്ല. 10 ഗ്യാലൻ വെള്ളവും 7 ബാർ സോപ്പുകൾ നിർമ്മിക്കാൻ ആവശ്യമുള്ള കൊഴുപ്പും 9000 പെൻസിലുകൾക്കുള്ളിലെ കാർബണും 2200 തീപ്പെട്ടിക്കോലുകൾക്കുള്ളിലുള്ള ഫോസ്ഫറസും ഒരു സാമാന്യം വലിയ ആണയിലുള്ളത്ര ഇരുമ്പും ഒരു കോഴിക്കൂട് വെള്ളയടിക്കാൻ ആവശ്യമുള്ള ചുണ്ണാമ്പും ഒരൽപ്പം മഗ്നീഷ്യവും സൾഫറും ശരിയായ അനുപാതത്തിൽ കൂട്ടിക്കുടച്ചാൽ മനുഷ്യന്റെ ശരീരമായി. ഇത് നൂഡിൽസ് ഉണ്ടാക്കാനുള്ള ചേരുവയല്ല പറഞ്ഞത്, അന്തം വിട്ടേക്ക് അതെന്താ കുക്കറി ഷോയ. 10 ഗ്യാലൻ വെള്ളം, ഇത്രയും സാധനം ഉണ്ടെങ്കിൽ ഒരു മനുഷ്യന്റെ ശരീരം ഉണ്ടാക്കാം. പക്ഷേ
ആ ശരീരത്തെ വെളിയിൽ വെച്ച് വെറുതെ അനങ്ങാത്തൊരു ബോഡി ഉണ്ടാക്കാന്നല്ലാതെ ആ മനുഷ്യ ശരീരത്തെ ഒരു മാതാവിൻ്റെ ഗർഭാശയത്തിൻ്റെ ഉള്ളിൽ ഒരൊറ്റ പ്രാവശ്യം ഒരു പുരുഷന്റെ ഇന്ദ്രിയം മാതാവിൻ്റെ 8 സെന്റിമീറ്റർ നീളമുള്ള 9 മില്ലിലിറ്റർ വ്യാപ്തിയുള്ള 140 ഗ്രാം തൂക്കമുള്ള ഒരു പയർമണിയുടെ ആകൃതിയിലിരിക്കുന്ന അണ്ടാശയത്തിലേക്ക് ഒരു പ്രാവശ്യം ഒരു പുരുഷൻ ശ്രവിക്കുമ്പോൾ 20 കോടി ബീജങ്ങളാണ് ഒരു ചെറിയ ഞരമ്പിലൂടെ കടന്നു പോകുന്നത്, ഒരു ചെറിയ ഇരുട്ടറയിലൂടെ. ആ 20 കോടി ബീജങ്ങളിൽ നിന്ന് ഒരു ബീജമെന്ന് പറഞ്ഞാൽ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം, ആ കോശം ഒരു മൊട്ടുസൂചിയുടെ മൊനമ്പിന്റെ വലിപ്പം പോലുമില്ലാത്ത 20 കോടിയോളം വരുന്ന ബീജങ്ങൾ 4 മില്ലിലിറ്റർ പോലും വ്യാപ്തിയില്ലാത്തൊരു ചെറിയ ഇരുട്ടറയിലൂടെ കടന്നു പോകുമ്പോൾ അതിൽ നിന്ന് ഒരു ബീജത്തെ മാത്രം തെരഞ്ഞെടുത്ത് ബാക്കി 19,99,99,999 ബീജങ്ങളെ നശിപ്പിച്ചിട്ട് അതിൽ നിന്ന് ഒന്നിനെ തെരഞ്ഞെടുത്ത് അത് മാതാവിൻ്റെ ഗർഭാശയത്തിൻ്റെ ഉള്ളിലാക്കി വെച്ചിട്ട് ആ മാതാവിൻ്റെ ഉള്ളിൽ ഗർഭാശയത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഈ ബീജം, ഈ കോശം വിഭജിച്ച് ആ വിഭജിച്ച കോശം ഒരു ഭ്രൂണമായി വളർന്ന് അത് വളരുമ്പോൾ ഗർഭാശയത്തിൻ്റെ ഉള്ളിൽ വളർന്നു വരുന്ന കുഞ്ഞിന് സൂര്യപ്രകാശം നേരിട്ട് ഉമ്മാൻ്റെ ഗർഭാശയത്തിലടിച്ചിട്ട് ക്യാൻസർ വരാതിരിക്കാൻ അതിനെ 3 സഞ്ചി കൊണ്ട് പൊതിഞ്ഞ് ആംനിയോൺ, കോറിയോൺ, പ്ലാസൻഡ എന്നു പേരുള്ള 3 സഞ്ചി യഖ്ലുഖുക്കും ഖൽഖൻ മിൻ ബഅദി ഖൽഖിൻ ഫീ ളുലുമാത്തിൻ സലാസ്. ഖുർആൻ പറഞ്ഞു 3 ആവരണമുണ്ട് ഗർഭാശയത്തിൻ്റെ ഉള്ളിൽ. അങ്ങനെ 3 ആവരണം കൊണ്ട് പൊതിഞ്ഞ് ഗർഭധാരണ നടക്കുമ്പോൾ 1 സ്പൂൺ ദ്രാവകം മാത്രം കൊള്ളാൻ വലിപ്പമുള്ള മാതാവിൻ്റെ ഗർഭാശയത്തെ 9 മാസവും 10 ദിവസവും പ്രായമായി കഴിയുമ്പോൾ 5 ലിറ്റർ വെള്ളം കൊള്ളാൻ വ്യാപ്തി വലുതാക്കി. കുഞ്ഞു വലുതാകുന്നതിനനുസരിച്ച് ഗർഭാശയത്തെ വലുതാക്കി അവസാനം 9 മാസവും 10 ദിവസവും ആയി കഴിയുമ്പോൾ അവൻ്റെ എല്ലുകൾ മുഴുവനും താഴേക്ക് ഉമ്മയുടെ ഗർഭാശയത്ത് വെളിയിലോട്ട് വരാൻ വേണ്ടി തലയോട്ടിയുടെ എല്ല് ഒന്നിൻ്റെ മുകളിലേക്ക് ഒന്നായിട്ട് നിരങ്ങിക്കയറി അവൻ്റെ തല സ്വയമേ ചെറുതായി മാതാവിൻ്റെ ഗർഭാശയത്തിൽ വെളിയിലോട്ട് വരുന്ന ഒരു കുഞ്ഞിന് ഇത്രയും വലിയ ജീവിതത്തിൻ്റെ സങ്കീർണമായ പാതകളിലൂടെ കൊണ്ടുപോകുന്ന തമ്പുരാനാരാ? അല്ലാഹ്ക്കല്ലാതെ ലോകത്താർക്ക കഴിയും? ഖുർആനാണ് ഈ പറഞ്ഞത്. എനിക്ക് സമയമില്ലല്ലേ ഞാൻ പറയാറ്. അള്ളാന്റെ ഖുർആനാ പറഞ്ഞ ഉമ്മാന്റെ ഗർഭാശയത്തേക്ക് കിടക്കുമ്പോൾ മോനെ നിന്റെ ഉമ്മ ചിലപ്പോൾ നിന്നെ ഈ ടവലിലെടുത്ത് പൊതിഞ്ഞു വെക്കൂലോ, ഒറ്റ ടവലില്ല, അള്ള പൊതിഞ്ഞു വെച്ച 3 ടവലിലാ. എന്നിട്ടും പൊന്നു മോനെ അള്ളഹാനോട് നീ നന്ദികേട് കാണിച്ചല്ലോടാ. അള്ളഹാനോടൊരു നന്ദിയില്ലല്ലോ. ഖൽഖം മിൻ ബഅദി ഖൽഖിൻ ഫീ ളുലുമാത്തിൻ സലാസ്. 3 ഇരുട്ടറ. ആംനിയോൺ, MBBS പഠിക്കുന്ന കുട്ടികളുണ്ട്, ചോദിക്കുക ആംനിയോൺ, കോറിയോൺ, പ്ലാസൻഡ, ഈ 3 ആവരണം. ഒന്നുകൊണ്ട് പൊതിഞ്ഞാലും പറ്റൂല. അള്ളാഹ് രണ്ടാമത് ഒരു തുണിയും കൊണ്ടും കൊണ്ട് നമ്മളെ പൊതിഞ്ഞു, മൂന്നാമതും പൊതിഞ്ഞു സുരക്ഷിതമാക്കി ഉമ്മാന്റെ ഗർഭാശയത്തിൽ ഇങ്ങനെ സൂക്ഷിച്ചിട്ട് നീ വെളി വന്നിട്ട് എന്തടാ ഒരു 5 വക്കത്ത് നിസ്കരിക്കാത്തത്? നിന്നേക്കാൾ വലിയ നന്ദി കെട്ടവനാരാ? എന്നിട്ട് നിനക്ക് പടച്ചോ എനിക്ക് മാത്രം ഒന്നും തന്നില്ല, അവനെല്ലാം ഭാര്യ കോരി കൊടുത്തു. അള്ള പറഞ്ഞു നീ എന്നെ ഓർക്ക്, ഞാൻ നിന്നെ ഓർക്കാം. അയ്യൂബ് നബി ദുഃഖം വന്നപ്പോഴും ഓർത്തു. അയ്യൂബ് നബിയുടെ രോഗം എന്താ? നിങ്ങൾ ഈ ഫ്രീസറിൽ വെച്ച ബ്ലോക്ക് കോഴി ഇരിക്കണമാതിരി ഇരിക്കണം, ഒരു അനക്കമില്ലാത്ത എന്താ? അയ്യൂബ് നബിയുടെ രോഗം ഞാൻ വെറുതെ ഇങ്ങനെ പറഞ്ഞിട്ട് പോയാൽ നിങ്ങളിരുന്ന് ഉറങ്ങും. മണി 12 അതുകൊണ്ടായി ഇടയ്ക്ക് ചോദിക്കണം, ഒന്നൊന്ന് ഉസാറാവട്ടെ. അടക്കമായി മലബാറി പറഞ്ഞ ഒന്ന് ഉസാറാവട്ടെ. അയ്യൂബ് നബിയുടെ രോഗം അള്ളാഹു മാറ്റിക്കൊടുത്തു. നിങ്ങൾ അപ്പം എന്നോട് പറയാം എൻ്റെ പൊന്നുസ്താദെ ഞാൻ പെട്ടിരിക്കണ കെണിയുണ്ടല്ലോ, അതിപ്പോൾ ഇങ്ങനെയൊന്നും ദിക്രി ഇല്ലാലൊന്നും മാറൂല, ദുആ ചെയ്താലും മാറൂല, അത്രയ്ക്ക് വലിയ കെണിയിലാണ് ഞാൻ പെട്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ മറുപടിയും. രക്ഷപ്പെടാൻ ഒരു സാധ്യതയുമില്ലാത്ത കെണിയിൽപ്പെട്ട പോയ ഒരു മനുഷ്യനെ അള്ളാഹു രക്ഷപ്പെടുത്തി. കേക്കിൻ ഖുർആൻ. നിങ്ങൾ എവിടെയാ റബ്ബിനെ മാറ്റി നിർത്തുന്നത്? അള്ളാഹിനെ ഏത് കാര്യത്തിലാണ് മാറ്റി നിർത്തുന്നത്? ഈ കാര്യം അള്ളാഹുടെ അടുത്ത് ദുആ ചെയ്തിട്ട് കാര്യമില്ല. ഇതിനിപ്പോൾ മറ്റേ പരിപാടി നോക്കിയേ പറ്റൂ. ഇതിനിപ്പോൾ മറ്റേ പരിപാടി നോക്കി പറ്റും. ഏതോടെ ഡോക്ടർ കളരിത്തൊടി ഉസ്മാന്റെ ഹൈക്കൽ സിഹാബ്. ഡോക്ടർ കളരിത്തൊടി ഉസ്മാന്റെ ഹൈക്കൽ സിഹാബ് അരേ വെച്ച് കെട്ടിക്കൊണ്ട് കിടക്കല്ലേ, 40 ദിവസം കെട്ടിയ. അല്ല കാത്തു, ഞാനൊത്ത് ജപ്പാൻ ഇതിന്റെ അടുത്താണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഖുർആനാണ് നമ്മളോട് പറയുന്നത്, അള്ളയാണ് പറയുന്നത്. കളരിത്തൊടി ഉസ്മാന്റെ ഹൈക്കലിസിയ ഇന്റർനെറ്റിൽ പരസ്യം കണ്ടില്ലേ? വാങ്ങിച്ചു കെട്ടിയാൽ 40 ദിവസം കെട്ടിയാൽ കോടിപതിയാ. എന്നാ പിന്നെ അയാൾ ആദ്യം കെട്ടിയാൽ പോരായിരുന്നു, ഇത് വിൽക്കാൻ നടക്കണോ? ഇവിടെ പകയാ നിനക്ക് ഒന്ന് ചിന്തിച്ചു പോരെ. അയാൾ ഇത് കെട്ടിയിട്ട് 40 ദിവസം നടന്ന് അവൻ കോടിപതിയാവില്ല, പിന്നെ അയാൾ ഇത് വിൽക്കാൻ വേണ്ടി നടക്കണം. പോലീസ് കേസായി, എന്തൊക്കെ പുലിവാലായി, പോലീസും പിടിച്ച്. ഇത് അവസാനം പണ്ടാരോ പറഞ്ഞാൽ, ഉത്സവ പറമ്പിൽ പറഞ്ഞാൽ 1 വെച്ചാൽ 2, 2 വെച്ചാൽ 4, കാലി അടിച്ചാൽ കമ്പനിക്ക്, പോലീസ് പിടിച്ചാൽ പെടലിക്ക് എന്ന് പറഞ്ഞ മാതിരിയായി. എന്നാ പിന്നെ ആദ്യം അവർക്ക് ചെയ്താൽ പോരെ?
എത്ര പേരാ ചെയ്തത്? എന്റെ പൊന്നു സഹോദരങ്ങളെ, 5 വക്കത്ത് നിസ്കരിക്കാൻ നമുക്ക് പറ്റില്ല. നമുക്ക് കൈ നനയാതെ മീൻ പിടിക്കണം. അള്ളയൊക്കെ ഉണ്ട് ഉസ്താദെ, ഖുർആനാ നിങ്ങൾ പറഞ്ഞതൊക്കെ നമ്മൾ അംഗീകരിച്ചു. എനിക്ക് നിസ്കരിക്കാൻ പറ്റൂല, നോമ്പ് പിടിക്കാൻ പറ്റൂല, സക്കാത്ത് കൊടുക്കാൻ പറ്റൂല, ഒന്നും പറ്റൂല. പിന്നെ എന്ത് ചെയ്യണം? എനിക്ക് സർവ്വ ഐശ്വര്യം വരികയും ചെയ്യണം, എന്റെ രോഗം മാറുകയും ചെയ്യണം. അതങ്ങ് പൂനത്തിൽ കുഞ്ഞബ്ദുള്ളായിട്ട് പറഞ്ഞാൽ അത് ഇവിടെ നടക്കൂല. അള്ളാഹു പറയുന്ന ഒരു ഡിമാൻഡ് ഉണ്ട്. അള്ളാഹുവിനെ അള്ള തന്നെ പരിചയപ്പെടുത്തി തരിക. ഏത് വിഷയത്തിലാണ് നിനക്ക് റബ്ബിനെ മാറ്റി നിർത്തേണ്ടത്? നിങ്ങൾ പറയൂ ഉസ്താദെ, ഞാൻ പെട്ടിരിക്കുന്ന വിഷയം അത് രക്ഷപ്പെടാൻ പറ്റൂല. രക്ഷപ്പെടാൻ വേണ്ടി 1000 സാധ്യത പോലുമില്ലാത്ത, ഒരു സാധ്യത പോലുമില്ലാത്ത അപകടത്തിൽപ്പെട്ട മനുഷ്യനെ അള്ളാഹു രക്ഷപ്പെടുത്തിയ ചരിത്രം പറയുന്നു വിശുദ്ധ ഖുർആൻ. അതുകൂടി പറഞ്ഞിട്ട് പറയാം. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുത്തു.